രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച നടൻ വിജയ്. തമിഴ് വെട്രിക്കഴകം എന്ന പേരിലാണ് വിജയ് പാർട്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. താൻ ഏറ്റെടുത്ത സിനിമകളെ ബാധിക്കാതെ പ്രവർത്തിക്കുമെന്നും വിജയ് പറഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കുമെന്നും വിജയ് അറിയിച്ചു. സിബി ജോസഫോട് കൂടുതൽ വിശദാംശങ്ങളുമായി. സിബി, തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഒരു സമയത്താണ് വിജയുടെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം. പണ്ട് മുതൽ തന്നെ രാഷ്ട്രീയമായി തന്നെ ഏറെ ബന്ധമുള്ള രാഷ്ട്രീയത്തിൽ ുള്ള ഒരു ആളാണ് വിജയ്. രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്ന വാർത്തകളും ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? കീർത്തി, തീർച്ചയായും തമിഴകം ഒന്നാകെ കാത്തിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഏറെക്കാലമായി നീണ്ടുന്ന ഒരു അഭ്യൂഹങ്ങളായിരുന്നു ഈ വിജയിത്തത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന വാർത്ത. എന്തായാലും ആ വാർത്തയ്ക്ക് വിരാമമായിരിക്കുന്നു. തമിഴ്നാട്ടിൽ തമിഴകത്തിന്റെ ഇളയ ദളപതി വിജയ് ഇപ്പോൾ തന്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തമിഴക വെട്രി കഴകം എന്നാണ് രാഷ്ട്രീയ പാർട്ടിയുടെ പേര്. വിജയ് തന്നെയാണ് ഈ ഒരു പ്രസ്താവനയുടെ ഈ പാർട്ടി പ്രഖ്യാപനം നടത്തിയത്. ദില്ലിയിൽ വിജയ് ആരാധകരുടെ സംഘടനയായ തമിഴ് മക്കൾ ഇയക്കം ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസെത്തി ഈ പുതിയ പാർട്ടിയുടെ രജിസ്ട്രേഷൻ നടപടിയെല്ലാം തന്നെ പൂർത്തിയാക്കി വരികയാണ്. ഇതിനിടയിലാണ് പ്രസ്താവന വഴി ഈ ഒരു പ്രഖ്യാപനം വിജയ് തന്നെ നടത്തിയിരിക്കുന്നത്. ഈ ഒരു തമിഴ് മക്കൾ ഇയക്കം എന്ന ഈ ആരാധകരുടെ സംഘടന, ഈ വിജയ് ആരാധക സംഘടനയുടെ ആ ലെറ്റർ പാഡിൽ തന്നെയാണ് ഒരു പ്രസ്താവന വഴി വിജയ് തന്നെ ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. പ്രധാനമായും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കുന്നില്ല, ആരെയും പിന്തുണയ്ക്കുന്നില്ലെന്നും വിജയ് തന്നെ അറിയിച്ചിരിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ പുതിയ പാർട്ടിയുടെ ജനറൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തതെന്നും വിജയ് പ്രസ്താവന വഴി പറയുന്നു. 2026 തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് രംഗത്ത് വരാൻ തന്നെയാണ് ഈ ഒരു പുതിയ പാർട്ടിയുടെ തീരുമാനം. എന്തായാലും ഈ തമിഴകത്തിന്റെ ഇളയ ദളപതിയും ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ദ്രാവിഡ പറയുന്നത് ചോദ്യം ആവർത്തിക്കാമോ? സിബി, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കുന്നില്ല എന്ന തീരുമാനം തന്നെയാണോ പറയുന്നത്? നിലവിൽ അറിയിച്ചിരിക്കുന്നത് 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കുന്നില്ല, മാത്രമല്ല ഒരു പാർട്ടിയെയും പിന്തുണയ്ക്കാൻ പോകുന്നില്ല എന്നും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഒറ്റയ്ക്ക് മത്സരിച്ചുകൊണ്ട്, അതായത് 234 സീറ്റുകളിലേക്കും മത്സരിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രി തന്നെ ആയിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ തമിഴകത്തേക്ക് രംഗപ്രവേശനം ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ് ഈ ഒരു പുതിയ പാർട്ടി പ്രഖ്യാപനത്തിലൂടെ ഇളയ ദളപതിയായ വിജയ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയോട് ഏതെങ്കിലും ഒരു പക്ഷത്തോട് ചേർന്നു എന്നുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതെന്നും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഈ വിജയ് ഇപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ആ ഒരു പാർട്ടി മത്സരിക്കുകയോ ആരെയും പരസ്യമായി പിന്തുണയ്ക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി എല്ലാ സീറ്റുകളിലും സ്വതന്ത്രമായി മത്സരിച്ചുകൊണ്ട് ഒരു തമിഴ്നാട് ഭരണത്തിലേക്ക് തന്നെ എത്തുക എന്ന രീതിക്കാണ് ഇപ്പോൾ വിജയുടെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഏറെക്കാലം ഇത്തരത്തിൽ വിജയ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമെന്നല്ല തന്നെയും വന്നിരുന്നു. മാത്രമല്ല ഓരോ സിനിമാ പ്രൊമോഷനിലും മാധ്യമപ്രവർത്തകർ അടക്കം ചോദിച്ചിരുന്നത് വിജയ് എന്താണ് ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരിക എന്ന ചോദ്യങ്ങൾ നിരവധി തവണ ചോദിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിലായി ലിയോ എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടന്ന വാർത്താ സമ്മേളനത്തിലും താനൊരു രാഷ്ട്രീയ പാർട്ടിയുമായി വരികയാണെന്നൊരു സൂചന വിജയ് നൽകിയിരുന്നു. ഇതേ തുടർന്ന് തന്നെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് തമിഴ്നാട്ടിൽ ഈ വിജയുടെ ആരാധക കൂട്ടായ്മയായ തമിഴ് മക്കൾ ഇയക്കം എല്ലാ നിലയും വിവിധ ഇടങ്ങളിൽ തമിഴ്നാട്ടിൽ എല്ലായിടത്തും തന്നെയും ഇത്തരത്തിൽ വലിയ ആഹ്ലാദ പ്രകടനവും സന്തോഷവും പങ്കുവയ്ക്കുകയാണ്. ഈ ആരാധകരുടെ സംഘടനയായ തമിഴ് മക്കൾ ഇയക്കം നേരത്തെ തന്നെ ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സംഘടന കൂടിയാണ്. അവിടെ കാർഷിക മേഖലയിലും അതോടൊപ്പം തന്നെ പാവപ്പെട്ട പലർക്കും വേണ്ടി പല കാര്യങ്ങളെല്ലാം തന്നെയും ചെയ്തുകൊണ്ടു പോകുന്ന ഒരു പാർട്ടി കൂടിയാണ് ഈ ഒരു തമിഴ് മക്കൾ ഇയക്കം എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം ഇത് ഓരോ നിയോജക മണ്ഡലത്തിൽ തന്നെ ഈ ഒരു തമിഴ് മക്കൾ ഇയക്കത്തിന്റെ എല്ലാ നിലയും ഓരോ സംഘടനയിലെ ഓരോരോ ഭാഗങ്ങളായി അല്ലെങ്കിൽ ആ സംഘടന എല്ലാ നിലയും ഇത്തരത്തിൽ ഓരോ കമ്മിറ്റികൾ രൂപീകരിച്ചിരുന്നു.